Kinda cheat a little homies wanna be like on my knees in the night saying prayers in the street light. Been spending most of the night living in the gangster's paradise. ജയ് എവിടെ പോവാ? ഞങ്ങൾ ഓഫീസിലോട്ട് പോകാൻ പോവാ. ഇവാനും ഉണ്ടോ അപ്പോ? ഉണ്ടല്ലോ. എന്താ? അല്ല, എങ്കിൽ ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ. വാട്ട്? കമ്പനിയിലേക്കോ? യാ, അവിടെ തന്നെ. നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വരുന്നേ? അത് പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ വെറുതെ ഇരിക്കുമല്ലേ, സോ ഞാനും വരാം നിങ്ങളുടെ കൂടെ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പോകാനുള്ള സ്ഥലമല്ല അത്. അതിനെന്താ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ കമ്പനി, സോ ഞാനും കൂടെ വന്നോട്ടെ. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്ന് ഗോഡ് പ്രോമിസ്. അല്ലേ വേണ്ട, പപ്പ പ്രോമിസ്. നീ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത കുഴപ്പങ്ങൾ വരെ കയറി വരും. ജയ്, എന്താ? പ്ലീസ് ജയ്, ഞാനും കൂടെ. രാവിലെ തന്നെ എന്താ ഇവിടെ രണ്ടും കൂടെ? ഇവാൻ, ഞാൻ വരട്ടെ നിങ്ങളൊപ്പം. എവിടെ? കമ്പനിയിലേക്കോ? യെസ്. അത് പിന്നെ ഇസ, നമുക്ക് വേറൊരു ദിവസം പോയാൽ പോരെ? അതെന്താ ഇന്ന് പോയാ? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ, പപ്പയുമില്ല, സോ പ്ലീസ്. ഇപ്പം മനസ്സിലായല്ലോ രാവിലെ ഇവിടെ എന്തോന്നായിരുന്നെന്ന്. സാറിൻ്റെ അടുത്ത് ചോദിക്കാതെ എങ്ങനെ കൊണ്ടുപോകാനാ? നിങ്ങളുടെ കൂടെ അല്ലേ, അപ്പോൾ കുഴപ്പമില്ല, പപ്പ വിട്ടോളും, എനിക്ക് ഉറപ്പാ. ഐ ഹേറ്റ് യു ഗൈസ്. അതെ, വരുവാണേ വന്ന് വണ്ടി കയറ്. താങ്ക് യു ജയ്. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ പോയി റെഡി ആയിട്ട് വരാമേ. ഇനി 5 മിനിറ്റോ? Wow, it's so big. നിങ്ങൾ എത്തിയോ? ഇതാരാ? ഇസയോ? എന്താ ഇങ്ങോട്ടൊക്കെ? ഹലോ അങ്കിൾ, ഞാൻ വെറുതെ ഇവരുടെ കൂടെ കമ്പനിയൊക്കെ കാണാൻ വേണ്ടി. അത് കൊള്ളാം. അന്നെന്നെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഞാൻ അങ്കിളിനെ കണ്ടിട്ടേ ഇല്ല. ഒന്ന് നല്ലപോലെ താങ്ക്സ് പറയാൻ പോലും പറ്റിയില്ല ഇതുവരെ. ഏയ്, അതൊന്നും വേണ്ട. സിറീക്കിൻ്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ സിസ്റ്റർ അല്ലേ? ഇതാരാ? ഇസയോ? ജെയ്ഡന്റെ കൂടെ വന്നാണോ? അതെ. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്നെ. എനിക്കറിയാം നിങ്ങളെ. ഏതൻ ആൻഡ് ലുക്ക അല്ലേ? അപ്പൊ അറിയല്ലേ? പപ്പ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ പറ്റി. പിന്നെ നേരിട്ട് കാണുന്നത് ആ സംഭവത്തിൽ നിന്നാണെന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? ഏയ് ഇല്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് ചാടിയേ. ഇവിടെ വന്നത് സിറേക്ക് അറിഞ്ഞോ? ഏയ് നോ, പപ്പയോട് പറഞ്ഞില്ല ഞാൻ. ഇങ്ങോട്ടല്ലേ വന്നത്, സോ സിറേക്കൊന്നും പറയില്ല. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ അങ്കിൾ. ജേഡൻ. ഇസ, താനാ കോർണറിലെ ക്യാബിനിലേക്ക് ചെല്ല്. ഞങ്ങൾക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് ഇപ്പോൾ. ഓക്കെ ജയ്, ബൈ. ഗൈസ്, നമുക്ക് പിന്നെ കാണാമേ. മീറ്റിംഗ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, സോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയാം. ജേഡൻ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അറിയാലോ, നീ ആരാണെന്ന കാര്യം അവർക്കറിയില്ല, സോ ബി കെയർഫുൾ.
ഐ നോ വാട്ട് ടു ഡു. എന്നാ നിങ്ങൾ ചെല്ല്, ഞങ്ങൾ വന്നേക്കാം. ഓക്കെ. നൈസ് വ്യൂ. ഹലോ മാം. ഹലോ, ആരാ? ഞാൻ ജേഡൻ സാർ പറഞ്ഞിട്ട് വന്നതാ. മാം ഇവിടെ ഒറ്റയ്ക്കാണ്, സോ കമ്പനി കൊടുക്കാൻ പറഞ്ഞു. ആണോ? ഓക്കെ. എന്താ പേര്? ദിയ മാം. ഏയ്, എന്നെ മാമെന്നൊന്നും വിളിക്കണ്ട. എൻ്റെ നെയിം ഇസ എന്ന, സോ അങ്ങനെ വിളിച്ചാൽ മതി. അത് ഞാൻ. എന്താ അങ്ങനെ വിളിക്കാൻ പറ്റില്ലേ? ഏയ് അങ്ങനെയല്ല. ഇസ സാറിൻ്റെ ആരാ? ഐ മീൻ ഗേൾ ഫ്രണ്ട് ഓർ സംതിങ് ലൈക്ക്? ഏയ് നോ, ഹീസ് മൈ മൈ ഫ്രണ്ട്. ഹാ, ഫ്രണ്ട്? റിയലി? എന്താ? ഏയ് സാറിന് ഒരു ഗേൾ ഫ്രണ്ടായിട്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ, ഐ മീൻ സാർ അങ്ങനൊരു ഗേൾ നെയിം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഹാ, ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 years ആകുന്നു. ഇതിനിടയിൽ സാർ വർക്ക് ബേസ്ഡ് കാര്യങ്ങളല്ലാതെ ആരോടും ഒന്ന് സംസാരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. ഓ, അപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആണല്ലേ? ബാക്കിയുള്ളവരൊക്കെ പിന്നെ എല്ലാവരുമായി ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഇവാൻ സർ, ലൂക്കസ് സർ, ഏതൻ സാർ ഒക്കെ. ബട്ട് JK സർ ഓൾവേസ് കോൾഡ് ആൻഡ് റൂഡ്. അപ്പം ഇവിടെ ഉള്ള ആർക്ക് ജീനെ കണ്ടൂടല്ലേ? ഏയ് ആര് പറഞ്ഞു അത്? ഇങ്ങനെയൊക്കെയാണ് സാറെങ്കിലും ഇവിടെയുള്ള പല ഗേൾസിനും സാറിനോട് ക്രഷ് ഉണ്ട്. ഇങ്ങനെ കോൾഡ് ആൻഡ് ഹാൻഡ്സമായ ആളെ ആരായാലും ഒന്ന് നോക്കിപ്പോകില്ലേ? സാറിൻ്റെ ആ ലുക്കും നടത്തും ഈവൻ ഈ ഞാൻ പോലും നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ജീനെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? 1-2 പേര് ധൈര്യം സംഭരിച്ച് സാറിൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നിട്ട് ജി എന്താ പറഞ്ഞ അവരോട്? സാറെന്ത് പറയാൻ, ഓഫ് കോഴ്സ് റിജക്ഷൻ. അത് പ്രഡിക്റ്റബിൾ അല്ലേ? ഇപ്പം ഇവിടെ ഇസൈ സാറിൻ്റെ കൂടെ കണ്ടപ്പോൾ തന്നെ പലരുടെയും ഹെഡ് ബ്രോക്കായി കാണും. ആദ്യമായിട്ടല്ലേ സാറിൻ്റെ കൂടെ ഒരാളിങ്ങനെ ഇവിടെ വരുന്നത്. താൻ സാറിൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ദിയ, യു ക്യാൻ ലീവ് നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ സർ. എന്താ? മീറ്റിംഗ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞു. ഓ, ജയ്, ഇവിടെ മൊത്തം എത്ര സ്റ്റാഫ്സ് ഉണ്ട്? ഒരു 1000 above കാണും. എന്താ? ഏയ് ഒന്നുമില്ല. അതില് എത്ര ഗേൾസ് കാണും? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ? ഒന്നും അറിയണ്ട. ഹലോ ജേഡൻ. എന്താ പറ. അത് പിന്നെ അത് സേറ നിന്നെ കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. ഹാ, എന്നെ കാണാനോ? ഫോർ വാട്ട്? മീറ്റിങ്ങിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ? എനിക്കറിയില്ല, അവർക്ക് നിന്നെ തന്നെ കാണണം, എന്തോ സംസാരിക്കണം എന്നും പറഞ്ഞ് വരിക. യൂസ്ലെസ്. എല്ലാം മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് ഇനി എന്ത് സംസാരിക്കാനാ? വരട്ടെ ഇങ്ങോട്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. JK നോ, എനിക്കറിയാം നീ ഇങ്ങനെ തന്നെ അവരോട് ബിഹേവ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വിളിച്ചത്. എന്ത് നോ എന്ന്? അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയെല്ലാം മീറ്റിങ്ങിൽ തന്നെ കൊടുത്തതാ. ഇനി അവർ കൂടുതൽ എക്സ്പ്ലനേഷനുമായിട്ട് വരണ്ട. എനിക്കത് കേൾക്കുകയും വേണ്ട. ജെയ്ഡൻ വെയിറ്റ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അവരിപ്പം നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ളവരാ. സോ നീ അവരോട് റൂഡായി ബിഹേവ് ചെയ്താൽ അത് നമുക്ക് നല്ലതല്ല. ജെയ്ഡൻ, ഇപ്പോഴത്തെ ഇഷ്യൂസ് വെച്ചിട്ട് നമുക്കൊരാളെ പെട്ടെന്ന് അങ്ങനെ ഹയർ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പറയുന്ന കേൾക്ക് നീ. അപ്പം നീ എന്താ പറഞ്ഞു വരുന്നേ? അവർ പറയുന്നതെല്ലാം കേട്ട് ഞാൻ ഇവിടെ നിൽക്കണം എന്നാണോ? ഏയ് അങ്ങനെയല്ല. ഇപ്പോൾ നീ അവരെ മീറ്റ് ചെയ്യണ്ട. നിൻ്റെ കൂടെ ഇസയുണ്ടോ ഇപ്പോൾ? ഉണ്ട്. എന്നാ അവളെയും കൊണ്ട് നീ അവിടുന്ന് മാറി നിൽക്ക്. അവരിപ്പോൾ അവിടെ വരും. ഇനി ഇസേനെ കണ്ടിട്ട് അവളുടെ അടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പം തന്നെ അവിടുന്ന് മാറാൻ നോക്ക്. വാട്ട് എവർ.
എന്താ ജെ? പയ്യെ. എന്താ ജെ? എന്താ? അവിടെ മിണ്ടാതെ നിൽക്ക്. ചേടൻ ചേടൻ Look in my eyes, they will tell you the truth. The girl in my story has always been you. I'd go down with the Titanic, it's true for you. ഹലോ, ആരു there? ഇവിടെ ഉണ്ടായിരുന്നെന്നാണല്ലോ പറഞ്ഞത്. Then where is he? ഇനിയിപ്പോ തിരിച്ചു പോയി കാണൂ. ഞാൻ ഇപ്പൊ വരാം. ആ എവിടേക്കാ? വാഷ്റൂമിലേക്കേ. ഹാ ഓക്കെ. ഇവർക്കിതെന്താ പറ്റി? Oh, what? Am I blushing? Oh God. Oh, what's happening to me? എൻ്റെ ഹേർട്ട് എന്തെങ്ങനെ ഇടിക്കുന്ന? ജയ് എന്നോട് ഇത്ര ക്ലോസ് ആയപ്പോൾ എനിക്കെന്താ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത? ഇസാ. ഹേയ് ഇസ, താനിതെവിടെ പോയതാ? അത് പിന്നെ ഞാൻ വാഷ്റൂം വരാം. അപ്പോൾ സാറോ? ജയ് ക്യാബിനിലുണ്ടല്ലോ. എന്താ? കുറച്ചു മുന്നേ സേറ മാം വന്നായിരുന്നല്ലോ. അപ്പോൾ സാർ അവിടെ ഇല്ലായിരുന്നെന്നാ പറഞ്ഞത്. ആണോ? അത് പിന്നെ ചിലപ്പോൾ ജയും വാഷ്റൂമിൽ പോയി കാണും. അതിന് സാറിൻ്റെ ക്യാബിനിൽ തന്നെ വാഷ്റൂം ഉണ്ടല്ലോ. പിന്നെ സാർ എന്തിനാ പുറത്തു പോയേ? അതാരാ വന്നത്? ഓ, അത് സാറിന്റെ ഒരു ബിസിനസ് പാർട്ട്ണറാ. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പോ അതിന് വന്നതാ. അല്ല, നിങ്ങൾ ഡെയിൻ നിനക്കിസേ നേരത്തെ പരിചയമുണ്ടായിരുന്നോ? ആ ഉണ്ട്, ഞാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോ കണ്ടായിരുന്നു മാമിനെ. അപ്പോൾ ഇസയും സാറും നല്ല ക്ലോസ് ആണല്ലേ? എന്താ ദിയ? ഏയ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിചയമുണ്ടല്ലേ നിങ്ങൾ തമ്മിൽ? അല്ല, ശരിക്കും ഇനി നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണോ? ആ അതെ അതെ, ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സാണിവർ. അങ്ങനെ എനിക്കും പരിചയം. ഹാ ഓക്കെ ഓക്കെ. വെറുതെ അതിനെ ഇട്ട് വട്ട് പിടിപ്പിക്കാതെ നീ ഒന്ന് പോയി. ഓ പിന്നെ നീ പോടാ. ഹാ, അപ്പം റോബോയ്ക്ക് എന്നോട് സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവരോടൊന്നും കുഴപ്പമില്ലല്ലേ? അത് പിന്നെ സാറങ്ങനെ പറഞ്ഞോണ്ടാ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്റെ പണി പോയില്ലേ? ഓ, അതിന് ജയ് അങ്ങനെയൊക്കെ ചെയ്യൂ? ചെയ്യുമെന്നോ? ജോലിയുടെ കാര്യത്തിൽ സാർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതിപ്പോൾ ജേഡൻ സാർ മാത്രമല്ല, സാറിൻ്റെ ബ്രദേഴ്സും അങ്ങനെ തന്നെ. ഓ ഓക്കെ, എന്നാ ഇപ്പോൾ ജയ് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് സംസാരിക്കാലോ. ഓക്കെ. അല്ല മാം എന്താ ഇന്ന് ഇവരുടെ കൂടെ? ഫസ്റ്റ്ലി കോൾ മീ ഇസ, ഓക്കെ? പിന്നെന്താ, ഞാൻ ഇവിടെ വന്നത് അത് പിന്നെ വീട്ടിൽ ഭയങ്കര ബോറാണ്. അതുകൊണ്ട് ഇവരുടെ കമ്പനി കാണാൻ ഇവരുടെ കൂടെ ഇറങ്ങി. അതിന് നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്? അത് പിന്നെ ജയ് രാവിലെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും കൂടെ കയറി വന്നതാ. ഓ, അപ്പോൾ നിങ്ങൾ നല്ല ക്ലോസ് ആണല്ലേ? പിന്നെ മാം, സോറി ഇസ, ഇനിയിപ്പോ അവരുടെ കൂടെയല്ലേ തിരിച്ചു പോകൂ? ആ അതേ ഉള്ളൂ. വാട്ട് യു ഗൈസ് ഡൂയിങ് ഹിയർ? ഇത് വർക്കിംഗ് അവർ അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത്? സാർ അത് പിന്നെ ഷട്ട് അപ്പ് ആൻഡ് ഡു യുവർ വർക്ക്സ്. Isa, come with me.
ഇനി അത് നോക്കി നിൽക്കാതെ വന്ന് പണി ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ അടുത്ത് ഇനി കേക്കാം. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ജയ്, എന്താ? നേരത്തെ ക്യാബിനിൽ വന്നതാരാ? എപ്പോ? നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോ ജയിനെ തിരക്കി വന്നില്ലേ സേറ, അവരാരാന്ന്? ആ പേരിപ്പോ എവിടുന്ന് കിട്ടി? അത് ദിയ പറഞ്ഞതാ. ഇപ്പൊ എന്തിനാ അവരെ പറ്റി അറിഞ്ഞിട്ട്? അല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അവര് വന്നപ്പോ നമ്മൾ എന്തിനാ ഷെൽഫിന്റെ ഇടയിൽ കയറി നിന്നെ? അതൊന്നുമില്ല. ഒന്നുമില്ലാത്ത പിന്നെ? ഒന്നുമില്ലാത്തോണ്ട്. അതെന്താ ഒന്നുമില്ലാത്ത? നോക്കി പഠിപ്പിക്കുന്നു, എനിക്കും അറിയാൻ നോക്കാൻ. ഇതാരാ? ഹലോ മിയ, എന്താ പറ. ഇസ, നീ എവിടാ? വീട്ടിലല്ലേ? ഏയ് അല്ല, ഞാൻ ജയുടെ കമ്പനി നിൽക്കുക. വാട്ട്? ജെയ്ഡിന്റെ കമ്പനിയിലോ? അവിടെന്താ? ഏയ് ഇവിടൊന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു കമ്പനി കാണാനൊന്ന് കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നേ. ഓ, ഞാനും ഇവിടെ ബോറടിച്ചിരിക്കുമായിരുന്നു, അതാ നിന്നെ വിളിച്ച്. അപ്പം ശരി, നീ എൻജോയ് ചെയ്. ഏയ് മിയ, നീ എന്നാ ഇങ്ങോട്ടേക്ക് വാ. ഞാനോ? ഇല്ല, ഞാനൊന്നുമില്ല. വാ മിയ, ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാ, നിനക്കും ഇഷ്ടാവും. നിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, വാ നീ. അത് പിന്നെ ഞാൻ വന്ന അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഓ പിന്നെ എന്ത് ബുദ്ധിമുട്ട്, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിടാം. ഓക്കെ, എങ്കിൽ നീ വെച്ചോ, ഞാൻ ദാ വരുന്നു. ശരി. അത് പിന്നെ നീ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, സോ അവളും കൂടെ വന്നോട്ടല്ലേ? വാട്ട്? പ്ലീസ് പ്ലീസ്, ഞാൻ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പോയി. ഞങ്ങളിവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. നിങ്ങൾ അടങ്ങിയിരിക്കാനോ? യെസ് ജയ്, പ്രോമിസ്. വാട്ടവർ. താങ്ക് യു ജയ്, ഐ ലവ് യു സോ മച്ച്. അത് സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ. താനിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അതെ, എങ്ങോട്ടും ഇറങ്ങിപ്പോകരുത്, ഇത് തൻ്റെ വീടല്ല, ഓക്കെ? ഓ ശരി. ഇതപ്പോൾ അവരുടെ കമ്പനി ആയിരുന്നല്ലേ? ഇതിനകം കയറി ഒന്ന് കാണുമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. എന്തായാലും ഇപ്പോൾ ഒരവസരം കിട്ടി. മീയല്ലേ അത്? അവളെന്താ ഇവിടെ? ഓ, ഞാൻ മറന്ന്. ഈസ പറഞ്ഞു വന്നതാവും. ഇവക്കിട്ടൊരു പണി കൊടുത്താലോ? ഹേയ് ദിയ. യെസ് സാർ. എടോ, താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ സാർ, പറഞ്ഞോ. ഇതിപ്പോൾ ഇസയെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അവളെ ഒന്ന് വിളിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, മിയ മാം അല്ലേ? യെസ്. ആരാ? ഞാൻ ഇസ മാം പറഞ്ഞിട്ട് വന്നതാ. മാം 10th ഫ്ലോറിലുണ്ട്. മിയ മാം വന്ന കുട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. ആണോ? ഓക്കെ. മാം ഇങ്ങോട്ടിരിക്കേ, ഇസ മാം ഇപ്പോൾ വരും. ഓക്കെ. ഇവള് ഇതെവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടാണെ ഫോണും എടുക്കുന്നില്ല. എക്സ്ക്യൂസ് മീ, താനാരാ? എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ ഇവിടെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഫ്രണ്ടിനെ കാണാനോ? അതിന് ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? അങ്ങനെയല്ല, അവൾ ഇവിടെ ഉണ്ട്. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, അങ്ങനെ ഇരുന്നതാ. സ്റ്റാഫോ? ഏത് സ്റ്റാഫ്? അല്ല, തന്നെ ഇവിടെ നിന്ന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. സത്യം പറ, നീ ആരാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സംശയമുണ്ടേ ഞാൻ അവളെ വിളിച്ചു തരാം. എന്റെ ഫ്രണ്ട് എടുക്കുന്നില്ലായിരിക്കും. ഞാൻ പറഞ്ഞത് സത്യമാ, അവൾ ഇവിടെ ഉണ്ട്. അല്ലേ ജേഡനോട് ചോദിക്ക്, അപ്പൊ പറയും. സാറിനെ കേറി പേര് വിളിക്കണോ? നീ കൊള്ളാലോ. ഹേ ഗാഡ്സ്, ഇവളെ പിടിച്ച് പുറത്താക്ക്. സ്റ്റെല്ല, താൻ പൊക്കോ, ഇതെനിക്ക് പരിചയമുള്ള കുട്ടിയാ.
ഓ സോറി സാർ, സാറിന് പരിചയമുള്ള ആളാണെന്ന് വിചാരിച്ചില്ല. ഐ തോട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഓരോ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കയറി വരില്ലേ, അവരെ പോലെ വന്നേയാവുമെന്ന്. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ സ്റ്റെല്ല, ഗോ ആൻഡ് ഡു യുവർ വർക്ക്സ്. ഹാ ഓക്കെ സാർ. എന്താ ചിരിക്കുന്ന? ഹേയ് ഒന്നുമില്ല, തന്നെ ഈ ഒരു എക്സ്പ്രഷന് ആദ്യമായിട്ടല്ലേ കാണുന്നത്, സോ അത് കണ്ട് ചിരിച്ചതാ. ഓ പിന്നെ ഞാൻ പേടിച്ചൊന്നുമില്ല. ഞാൻ വന്നില്ലേ കാണായിരുന്നു, ഗാർഡ്സ് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോക്കുന്നു. താൻ വാ, ഇസ അവിടെ ഉണ്ട്. അതെ, താങ്ക്സ്. ഹാ എന്ത്? ഏയ് ഒന്നുമില്ല, വാ പോവാ. മിയ, നീ എന്താ ഇത്ര ലേറ്റായേ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യാന്നറിയോ? ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? നീയല്ലേ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തിയത്. പിന്നെ നീ എന്താ അങ്ങോട്ട് വരാഞ്ഞേ? ഞാൻ എത്ര വട്ടം വിളിച്ചു നിന്നെ. ഹാ ഞാനോ? ആരെ വീട്ടിന്ന്? നീ എന്തൊക്കെയാ മിയ ഈ പറയുന്നേ? ഓ ഗോഡ്, പിന്നല്ലാതെ നീ പറഞ്ഞു വിട്ടെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞേ. നിന്നെ വിളിച്ചിട്ടാണ് കിട്ടുന്നതുമില്ല. നിന്റെ ഫോൺ എവിടെ? ഫോൺ ആ ഫോൺ ജയുടെ ക്യാബിനിലിരിക്കുക, ഞാൻ മറന്നു അത്. ഓ നിന്നെ ഞാൻ വെച്ചോ, അവിടെ തന്നെ വെച്ചോ. സോറി മിയ. എന്നാലും അതാരാ അങ്ങനെ പറഞ്ഞേ? ചിലപ്പോൾ അവർക്ക് ആള് മാറിയതാവും. ഏയ് അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിന്റെ എൻ്റെ പേരെങ്ങനെ അറിയാം? ഹാ പേര് പറഞ്ഞോ? അതാരാപ്പോ? ഇവാൻ. ഇവാൻ അപ്പോൾ താഴെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് മിയെ കണ്ടില്ലായിരുന്നോ? ഞാനോ? ഏയ് ഞാൻ കണ്ടില്ല. ആണോ? ഓക്കെ. പിന്നെ ആരാ അത്? നിങ്ങളെന്നാ സംസാരിക്കുക, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ പിന്നെ വരാം. ഇപ്പം മനസ്സിലായി എന്താ സംഭവിച്ചെന്ന്. എനിക്കിട്ട് പണി തന്നെയാണല്ലേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ മിയ? ഏയ് ഒന്നുമില്ല. ഇവാൻ ശരി, എന്നാ നമുക്ക് പിന്നെ കാണാം. അങ്കിൾ, ഞങ്ങൾ ഇറങ്ങുവാണേ. ഹാ ഓക്കെ, ഇടയ്ക്കൊക്കെ ഫ്രീ ആവുമ്പോൾ ജെയ്ഡൻ്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ശരിക്കും? എങ്കിൽ ഞാൻ വരും. മിയ, താനെങ്ങനാ പോന്നേ? ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ടാക്സി വിളിക്കണ്ട. ഇവാൻ, മിയെ ഒന്ന് വീട്ടിലാക്കിയേക്കണേ. ഏയ് വേണ്ട, ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ല. അത് വേണ്ട, ഇനിയിപ്പോൾ ടൈം ഇത്രയായില്ലേ, ഇവാൻ തന്നെ കൊണ്ടാക്കും. ഇസ വാ പോവാ. ഓക്കെ ജി. ബൈ അങ്കിൾ. ബൈ മിയ. ബൈ ഇവാൻ. ലൂക്ക, ജെയ്ഡനിസയുടെ ബോഡി ഗാർഡ് ആയതിനു ശേഷം അവന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ? അത് ഞാനും ശ്രദ്ധിച്ചു. അവളുടെ അടുത്തവൻ കാമാണ്. അതെ, വേറൊരു ഗേൾസിനോടും അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവൻ മുഖത്ത് നോക്കാറ് പോലുമില്ല. അവൻ ഇങ്ങനെ ആവണേൽ ഷീ ഈസ് സംതിങ് ടു ഹിം. ഈ ഒരു ജോലി കൊണ്ട് അവനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ. ദാറ്റ്സ് എ റിലീഫ്. ബട്ട് എനിക്കെന്തോ അവൻ്റെ ഈ മാറ്റം അവന് നല്ല ദോഷം വരുന്നത് പോലൊരു തോന്നൽ. അവനെ എനിക്ക് ആരെക്കാളും നല്ലപോലെ അറിയാം. ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നാശം കാണാതെ അവ അടങ്ങില്ല. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട അവൻ ആരെ കൊന്നിട്ടായാലും അത് നേടിയെടുക്കും. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഏയ് ഒന്നുമില്ല, നീ വാ. ഹലോ, താനെന്താ ഒന്നും മിണ്ടാത്തെ? അതെ, എനിക്ക് തന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ തൻ്റെ കൂടെ വരുന്നത്. അതെ, തനിക്കൊരാവശ്യം വന്നപ്പോൾ അവിടെ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ രക്ഷിക്കാനായിട്ട്. എന്തോ രക്ഷിച്ചെന്നോ? ആര്? താനല്ലേടോ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതല്ല? ഏയ് ഞാനോ? അയ്യോ അല്ല, ഞാൻ. ഇനി താനൊന്നും പറയണ്ട. ഈ മിയെ തനിക്ക് ശരിക്കും അറിയില്ല. അവരുടെ വായിരിക്കുന്ന മൊത്തം എന്നെ കേൾപ്പിച്ചില്ലേ? അവരുടെ മുന്നിൽ വെച്ച് ഇതൊന്നും ഞാൻ പറയാഞ്ഞത്
തനിക്കുള്ള പണി അതെനിക്ക് തന്നെ തരണം, അതുകൊണ്ടാണ്. ഹേ മിയ, തന്നെ തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി തന്നെ അവിടെ കുറച്ച് നേരം ഇരുത്തണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെല്ല കയറി വരുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഇനി താൻ കൂടുതലൊന്നും പറയണ്ട. എടോ, സീരിയസ്ലി ഐ ഡിഡ്ന്റ് നോ ആൻഡ് ഐ എം സോറി. മിയ, ആ എത്തിയോ? സോപ്പിടാൻ വരണ്ട. നീ എന്താ ഈസ എന്നോട് പറയാതെ പോയത്? അത് പപ്പ, ഞാൻ പെട്ടെന്നങ്ങ് പോയപ്പോൾ ഞാൻ കരുതി അവിടെ ചെന്നിട്ട് പറയാമെന്ന്. അപ്പോൾ ലൂക്ക അങ്കിൾ പറഞ്ഞു അങ്കിള് വിളിച്ച് പറഞ്ഞേക്കാന്ന്. അങ്കിള് പറഞ്ഞില്ലേ? ആ, ലൂക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ അവിടെ ചെന്നിട്ടല്ലേ? പോകുന്നതിന് മുമ്പ് ചോദിക്കാൻ എന്താ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈസ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ലെന്ന്? അത് പപ്പ, ഞാൻ നിനക്കിതിനു മുമ്പ് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈസ? അതൊക്കെ നിനക്കൊന്ന് ഓർത്തുകൂടി? നിനക്ക് എന്നെപ്പറ്റി ഓർത്തുകൂടി? ഞാൻ നിന്റെ കാര്യത്തിൽ എന്തോരം ടെൻസ്ഡാണെന്ന് നിനക്കറിയോ? അതെങ്ങനാ? നിനക്കിപ്പോൾ എന്നെ പറ്റി ഓർക്കാനൊന്നും സമയമില്ലല്ലോ. ഇനി ഞാൻ ഇങ്ങനെ പോവില്ല. ഇറ്റ്സ് ഓക്കെ ഡിയർ. പപ്പ പെട്ടെന്ന് എന്തോ സ്ട്രെസ്സിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഐ എം സോറി ചൂടായതിന്. നീ പോയി ഫ്രഷ് ചെയ്യ്. ഈസ, നിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് നിനക്കറിയാലോ. നീ ആ മാഫിയ ഫാമിലിയെ കൂടുതൽ അടുക്കുന്നത് എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ദേ ആർ മാഫിയാസ്. സോ എൻ്റെ മോൾ അവരിലേക്ക് അത്ര ക്ലോസ് ആവാൻ ഞാൻ സമ്മതിക്കില്ല. ആ, ഇതെന്താ ഇവിടെ കിടക്കുന്നേ? ഉറങ്ങിയോ ആള്? ഉറങ്ങുമ്പോ എന്താ പാവം, അല്ലാത്തപ്പോ എല്ലാരും കടിച്ചു കയറാൻ നിൽക്കും. ആ പാവം ഡെയിനൊക്കെ എന്ത് പേടിച്ചാ നിൽക്കുന്നേ? ദിയ പറഞ്ഞതൊക്കെ ശരിയാ, ആൾക്ക് കുറച്ച് ലുക്കൊക്കെ ഉണ്ട്. Secrets I have held in my heart are harder to hide than I thought. Maybe I just wanna be yours. I wanna be yours. I wanna be yours.